നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏവർക്കും ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിഷൻ കേരള PSC പ്രിലിമിനറി എക്സാം എന്ന് പറയുന്ന ഒരു വീഡിയോ സീരീസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് സമർപ്പിക്കുകയാണ്. കേരള PSCയുടെ പ്രിലിമിനറി എക്സാമിനേഷന്റെ സിലബസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആ സിലബസിലുള്ള ടോപ്പിക്കുകളാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. കേരള PSC പരീക്ഷയിലെ ആ ഒരു സിലബസ് എടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രം. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എപ്പോഴും മനസ്സിനുള്ളിലേക്ക് കടന്നു വരിക ഇന്ത്യൻ നദികൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. മുൻപത്തെ പരീക്ഷകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിലബസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ നദികൾ എന്ന് പറയുന്ന ഭാഗത്തിന് വളരെയധികം പ്രാധാന്യമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിവിടെ ഒന്നാമത്തെ ഭാഗം ഇന്ത്യൻ നദികൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്നാമത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പോകുന്നതെന്ന്. നമ്മൾ ഇന്ത്യൻ നദികൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അതിൽ തന്നെ ഹിമാലയൻ നദികളെന്നും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഹിമാലയൻ നദികളെന്നും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്ന കാര്യം ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി എന്തെല്ലാമാണ് ഹിമാലയൻ നദികൾ? ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ. അതേസമയം ഉപദ്വീപീയ നദികളിൽ പ്രധാനമായിട്ടും നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവയാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ. അതായത് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സുകളിൽ ഇനി നമ്മൾ ഈ പറയുന്ന നദികൾ എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ത്യയുടെ നദികൾ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള നദികളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുക. അപ്പോൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുക, ഇന്ത്യയിലെ നദികളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഹിമാലയൻ നദികളെന്നും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളെന്നും. ഹിമാലയൻ നദികളാണ് ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവയാണ് ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണം എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് ഈ പരിചയപ്പെട്ട 6 നദികൾ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിൽ തന്നെ ഹിമാലയൻ നദികളെയും നമുക്ക് രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒഴുക്കിൻ്റെ ദിശയുടെ അടിസ്ഥാനത്തിലാണ് ആ തരംതിരിവെന്ന കാര്യം ഓർത്തിരിക്കുക. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളെന്നും അതേപോലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കും. 3 പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളായ ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു, ഈ 3 നദികൾ എടുത്താൽ ഇതിൽ സിന്ധു നദി മാത്രമാണ് എങ്ങോട്ടൊഴുകുന്നത്? പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നത്. ബാക്കി വരുന്ന ഗംഗയും ബ്രഹ്മപുത്രയും എങ്ങോട്ട് ഒഴുകുന്നു? കിഴക്കോട്ടാണ് ഒഴുകുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിഴക്കോട്ടൊഴുകി ഇവിടെ എവിടെയാണ് എത്തിച്ചേരുക? ബംഗാൾ ഉൾക്കടലിലാണ് എത്തിച്ചേരുക. എന്നാൽ സിന്ധു നദി പടിഞ്ഞാറോട്ട് ഒഴുകി എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത്? അറബിക്കടലിലാണ് എത്തിച്ചേരുക എന്ന കാര്യം ഓർത്തിരിക്കുക. PSC പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹിമാലയൻ നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു നദിയേ ഉള്ളൂ, അത് ഏത് നദിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ്? സിന്ധു നദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഹിമാലയൻ നദികളെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഒഴുക്കിൻ്റെ അടിസ്ഥാനത്തിൽ. അതായത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദികളെന്നും കിഴക്കോട്ടൊഴുകുന്ന ഹിമാലയൻ നദികളെന്നും. അതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയുള്ളൂ, അത് സിന്ധു നദിയാണ്. ബാക്കി വരുന്ന ഗംഗയും ബ്രഹ്മപുത്രയും എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ എവിടെ പോയി പതിക്കുന്നു? കിഴക്കോട്ട് ഒഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. നമ്മൾ ആ ഇന്ത്യയുടെ ഭൂപടം ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി, അപ്പോൾ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ബംഗാൾ ഉൾക്കടലുള്ളത്. അപ്പോൾ ഈ കിഴക്ക് ദിശയിലേക്ക് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പോയിട്ട് പതിക്കുന്നു. അതേസമയത്ത് ഇവിടെ എന്താണ്? പടിഞ്ഞാറോട്ട് ഒഴുകിയിട്ട് അറബിക്കടലിലാണ് പോയി പതിക്കുന്നത്. PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി ഏത്? ഉത്തരം ഒന്നേ ഉള്ളൂ, സിന്ധു നദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ഉപദ്വീപീയ നദികൾ നമ്മൾ പരിചയപ്പെട്ടു. ഇത്തരത്തിൽ ഒഴുക്കിന്റെ ദിശയിൽ ഉപദ്വീപീയ നദികളെയും പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളെന്നും കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളെന്നും തരംതിരിക്കുന്നുണ്ട്. അതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദി നേരത്തെ പറഞ്ഞ പോലെ എവിടെ പോയാണ് പതിക്കുക? അറബിക്കടലിലാണ് പതിക്കുക. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദി എവിടെ പതിക്കും? അറബിക്കടലിൽ പോയി പതിക്കും. അതേപോലെ കിഴക്കോട്ട് ഒഴുകുന്നതാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഇവിടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന 2 ഉപദ്വീപീയ നദികളാണുള്ളത്, നർമ്മദയും അതുപോലെ തന്നെ താപ്തിയും. ബാക്കി വരുന്ന 4 ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവ എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
അപ്പോൾ നമ്മളിവിടെ ഉപദ്വീപ് നദികളെയും ആ ഒഴുക്കിൻ്റെ ദിശയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപ് നദികളെന്നും അതുപോലെ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപ് നദികളെന്നും. അതിൽ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപ് നദികളായി 2 ഓർത്ത് വെച്ചാൽ ബാക്കിയെല്ലാം ഇങ്ങോട്ട് ഒഴുകുകയാണ്, കിഴക്കോട്ടാണ് ഒഴുകുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അതിൽ തന്നെ നർമ്മദയും അതുപോലെ തന്നെ താപ്തിയുമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. അതേപോലെ തന്നെ എവിടെ പോയി പതിക്കും? അറബിക്കടലിൽ പോയിട്ട് പതിക്കും. അതേപോലെ തന്നെ ബാക്കി വരുന്ന നദികൾ എവിടെ പോയി പതിക്കും? ബംഗാൾ ഉൾക്കടലിലാണ് പോയി പതിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഹിമാലയൻ നദികളും അതുപോലെ തന്നെ ഉപദ്വീപ് നദികൾ എന്നിങ്ങനെ 2ആയിട്ട് തരംതിരിക്കുന്നു നമ്മൾ പഠിച്ചിരുന്നു. അതിൽ തന്നെ ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്തൊക്കെയാണ്, ഉപദ്വീപ് നദികളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോവുകയാണ്. ഉത്തരപർവ്വത മേഖലകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഹിമാലയൻ നദികൾ എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്? ഉത്തരപർവ്വത മേഖലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വർഷം മുഴുവൻ ഇതിനെന്തുണ്ടായിരിക്കും? ജലലഭ്യതയുണ്ടായിരിക്കും. എന്താണ് അതിന് കാരണം? മഴയുണ്ട്, അതുപോലെ തന്നെ മഞ്ഞിൽ നിന്നൊക്കെ എന്ത് ലഭിക്കുന്നുണ്ട്? ഈ പറയുന്ന നദികൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ജലം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിമാലയൻ നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾക്ക് വർഷം മുഴുവൻ എന്ത് ലഭ്യമായിരിക്കും? ജലം ലഭ്യമായിരിക്കും എന്ന ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക. അതിൽ നേർ വിപരീതമായിട്ടാണ് ഈ പറയുന്ന ഉപദ്വീപീയ നദികളായിട്ട് വരിക. ഇവ ആകെ ആശ്രയിക്കുന്നത് എന്തിനെയാണ്? മഴയെ മാത്രമാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ ജലലഭ്യത ഉണ്ടാകും എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ എന്താണ്? ശരിയാകുന്നില്ല. അതെങ്കിൽ വർഷം മുഴുവൻ എന്തില്ല? ജലലഭ്യതയില്ലാത്ത നദികളെയാണ് നമുക്ക് ഉപദ്വീപീയ നദികൾ എന്നും കൂടെ പറയാൻ പറ്റും. എന്താണ്? മഴയെ മാത്രമാണ് അതിൻ്റെ ജലത്തിന് വേണ്ടിയിട്ട് അവർ ആശ്രയിക്കുന്നത്. അതേസമയത്ത് ഈ പറയുന്ന ഹിമാലയൻ നദികളിലേക്ക് വരുമ്പോൾ മഴയും അതുപോലെ തന്നെ മഞ്ഞിനെയും ഒക്കെ ആശ്രയിക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇവ എന്താണ്? ഒഴുകുന്ന സമയത്ത് ആഴമേറിയ താഴ്വരകളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്ന നദികളാണ് എന്തെന്ന് പറയുന്നത്? ഹിമാലയൻ നദികൾ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ ഹിമാലയൻ നദികൾ എന്ത് പരിചയപ്പെട്ടു? ഉത്തരപർവ്വത മേഖലകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു, വർഷം മുഴുവൻ ജലലഭ്യതയുള്ള നദികൾ, ആഴമേറിയ താഴ്വരകളൊക്കെ ആ ഒഴുക്കിന്റെ ഫലമായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന നദികളാണ്. അതേസമയം ഇവിടെ എന്താണ്? ഭൂരിഭാഗം നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉപദ്വീപ് നദികളിലെ ഭൂരിഭാഗം നദികളും ഉത്ഭവിക്കുന്നത്. മഴയെ മാറ്റം ആശ്രയിച്ചിട്ടാണ് ഇവയുടെ ജലവും മറ്റുമൊക്കെ കാണുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. ആഴമേറിയ താഴ്വരകളൊന്നും തന്നെ ഇവ എന്തില്ല? സൃഷ്ടിക്കുന്നൊന്നുമില്ല എന്ന കാര്യം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു വെക്കുക. ഇനി അടുത്തതായിട്ട് പരിചയപ്പെടേണ്ടത് നദികളുടെ ഉത്ഭവമാണ്. നദികൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ഒരുമിച്ചൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വളരെ ഗുണപ്രദമായിരിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് അത് ഒരുമിച്ചെടുത്ത് പരിചയപ്പെടുത്തുന്നത്. ഗംഗാനദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന്. ഉത്തരാഖണ്ഡിലെ ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ഗംഗാ നദി ഉത്ഭവിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ഹിമാലയത്തിന്റെ ഭാഗത്തുള്ള ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദി, അതുപോലെ തന്നെ മാനസരോവറിലെ ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. മാനസരോവറിലെ ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊന്ന് സിന്ധു നദിയാണ്. മാനസരോവറിലെ, അതായത് ടിബറ്റിലാണ് ഈ പറയുന്ന ഈ മാനസരോവർ വരുന്നത്. അവിടെയുള്ള ബോഗാർചു ഗ്ലേസിയറിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? സിന്ധു നദി ഉത്ഭവിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ടിബറ്റിലെ മാനസരോവറിലെ ബോഗാർചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഹിമാലയ നദിയായിട്ടുള്ള ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്ന മാനസരോവറിലെ ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്. ഗംഗാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. ഉത്തരാഖണ്ഡിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന നദി. അത് ഉത്ഭവിക്കുന്നതും ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക, ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. യമുന നദി ഉത്ഭവിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പൊ പരിചയപ്പെട്ട 4 ഒരിക്കൽ കൂടി പറയാം. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന്. അതേപോലെ തന്നെ ബ്രഹ്മപുത്ര മാനസരോവറിലെ ചമയുങ്തുങ് ഹിമാനിയിൽ നിന്ന്. സിന്ധു നദി മാനസരോവറിലെ ബോഗാർചു ഗ്ലേസിയറിൽ നിന്നാണ്. യമുന നദി ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. അത് ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഉപദ്വീപീയ നദികളിലേക്ക് വരുമ്പോൾ നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് അമർകണ്ടക് കുന്നിലെ മൈക്കള പർവ്വതനിരകളിൽ നിന്നാണ്. മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നിലെ മൈക്കള പർവ്വതനിരകളിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? നർമ്മദാ നദി ഉത്ഭവിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി താപ്തി നദിയാണെങ്കിലോ സത്പുര നിരയിലെ മുൾട്ടായി റിസർവ് വനത്തിൽ നിന്ന്.
മധ്യപ്രദേശിലെ സത്പുര നിരയിലെ മുൾട്ടായി റിസർവ് വനത്തിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? താപ്തി നദി ഉത്ഭവിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലെ അമർകണ്ടക്കുന്നിലെ മൈക്കല പർവ്വതനിരകളിൽ നിന്നാണെങ്കിൽ താപ്തി നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ സത്പുര നിരയിലെ മുൾട്ടായി റിസർവ് വനത്തിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. മഹാനദിയോ? സിംഹാവ, അമർകണ്ട് കൊടുമുടി, ഛത്തീസ്ഗഡിലെ അമർകണ്ട് കൊടുമുടിയിൽ ഉൾപ്പെടുന്ന സിഹാവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? മഹാനദി ഉത്ഭവിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഛത്തീസ്ഗഡിലെ അമർകണ്ട് കൊടുമുടിയിലെ സിഹാവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? മഹാനദി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. ഇനി കാവേരി നദി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ തലക്കാവേരി എന്ന് പറയുന്ന സ്ഥലം ചോദിക്കും. കുടക് ജില്ല എന്നും നൽകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുന്നത് കർണാടകത്തിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ കർണാടകത്തിലെ കുടക് ജില്ലയിലെ തലക്കാവേരിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്നാണ് ഗോദാവരി. നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണ് ഈ പറയുന്ന ഗോദാവരി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദിയാണ് ഇത് ഗോദാവരി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ പരിചയപ്പെട്ട ഒന്നും കൂടെ പറയാം. നമ്മൾ ആദ്യം ഗംഗാനദിയിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. ഹിമാലയത്തിലെ ഗായമുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്ന ഗംഗാനദി. ബ്രഹ്മപുത്ര രണ്ടാമത് പരിചയപ്പെട്ടു. മാനസരോവറിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സിന്ധു നദി നമ്മൾ പരിചയപ്പെട്ടു. മാനസരോവറിലെ ബോഗാർചൂൽ ഗലേസറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. യമുന നദി പരിചയപ്പെട്ടു. ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഒപ്പം തന്നെ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. ഇനി നർമ്മദ പരിചയപ്പെട്ടു. അമർകണ്ടക് കുന്നിലെ മൈക്കല പർവ്വതനിരകളിൽ നിന്ന് മധ്യപ്രദേശിലാണ്. താപ്തി പരിചയപ്പെട്ടു. മധ്യപ്രദേശിലെ സത്പുര നിരകളിലെ മുൾട്ടായി റിസർവ് വനത്തിൽ നിന്ന്. മഹാനദി നമ്മൾ പരിചയപ്പെട്ട എന്താണ്? ഛത്തീസ്ഗഡിലെ അമർകണ്ട് കൊടുമുടിയിൽപ്പെടുന്ന സിഹാവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. കൃഷ്ണാനദി മഹാബലേശ്വർ, മഹാരാഷ്ട്ര. കാവേരി എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകൾ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കർണാടകത്തിലെ കുടക് ജില്ലയിലെ തലക്കാവേരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്നാണ്. ഗോദാവരി ആണെങ്കിൽ എന്താണ്? മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത് കുറേ പ്രാവശ്യം ഒരുമിച്ച് ഞാൻ നൽകിയത് അതുകൊണ്ട് തന്നെയാണ്. എന്താണ്? കുറേ പ്രാവശ്യം നിങ്ങൾ ജസ്റ്റ് ഒരുമിച്ചൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അത് എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പതനം എവിടെയാണെന്ന് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപ നദികളായിട്ടുള്ള നർമ്മദയും താപ്തിയും പോയി പതിക്കുന്നത് അറബിക്കടലിലാണ്. ബാക്കി എല്ലാ ഉപദ്വീപ നദികളും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഹിമാലയൻ നദികൾ പഠിച്ചപ്പോൾ സിന്ധു പോയി പതിക്കുന്ന അറബിക്കടലിലാണ്. ബാക്കി വരുന്ന രണ്ടെണ്ണം പതിക്കുന്ന എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. അതാണ് പ്രത്യേകം എടുത്തു പറയാത്തത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്ന നദിയുടെ നീളമാണ്. പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. നദിയുടെ നീളം ഗംഗാനദിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ 2525 കിലോമീറ്ററാണ്. ചിലപ്പോൾ PSC ഉത്തരസൂചികയിൽ 2510 കിലോമീറ്റർ എന്ന് നൽകാറുണ്ട്. നമ്മുടെ ഇന്ത്യയിലൂടെ ഒക്കെ ഒഴുകുന്ന ഈ ഒരു ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 2510 നൽകാറുള്ളത്. അപ്പോൾ ഈ രണ്ട് വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഗംഗാനദിയുടേത് 25 അല്ലെങ്കിൽ 2510 കിലോമീറ്റർ. ഇനി ബ്രഹ്മപുത്ര നദിയിലേക്ക് വരികയാണെങ്കിൽ 2900 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 916 കിലോമീറ്റർ ആണ്. പണ്ടൊക്കെ നമ്മൾ 725 എന്നാണ് പഠിച്ചത്. പുതിയ കണക്ക് ഇതാണ്, 916 കിലോമീറ്റർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തുക. പൊതുവെ ഇത് തന്നെ ആയിരിക്കും PSC ഉത്തരസൂചികയിൽ വരിക. പുതിയൊരു കണക്ക് അതാണ് 916 കിലോമീറ്റർ. പക്ഷെ മുമ്പ് നമ്മൾ പഠിച്ചത് എത്രയാണ്? 725 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സിന്ധു നദിയിലേക്ക് വരികയാണെങ്കിൽ 2880 കിലോമീറ്റർ ആണ്. അവിടെയും അതിൻ്റെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം അറിഞ്ഞിരിക്കണം 1114 കിലോമീറ്റർ. പഴയതൊക്കെ നമ്മൾ പഠിച്ചത് 709 എന്നാണ്. പുതിയ കണക്ക് പ്രകാരം 1114 കിലോമീറ്റർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. യമുന നദിയാണെങ്കിൽ 1376 കിലോമീറ്റർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഗംഗാ നദി എത്രയാണ്? 2525 കിലോമീറ്റർ. അതിൽ തന്നെ 2510 ഓർത്തിരിക്കണം. ബ്രഹ്മപുത്ര നദി 2900 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെ 916 കിലോമീറ്റർ. പണ്ടൊക്കെ നമ്മൾ പഠിച്ച് 725. സിന്ധു നദി 2850 കിലോമീറ്റർ. ഇന്ത്യയിലൂടെ 1114 കിലോമീറ്റർ. അതേപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് 709 എന്നാണ്. പുതിയ ഡാറ്റയാണ് 1114 കിലോമീറ്റർ. യമുന നദി 1376 കിലോമീറ്റർ ആണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ നർമ്മദയോട് അറിഞ്ഞിരിക്കണം 1312 കിലോമീറ്റർ ആണ്. 1312 കിലോമീറ്റർ ആണ് എന്ത്? നർമ്മദയുടെ നീളം എന്ന കാര്യം ഓർത്തിരിക്കുക. താപ്തിയുടേത് 724 കിലോമീറ്റർ ആണ്. മഹാനദി 857 കിലോമീറ്റർ. കൃഷ്ണ നദി 1400. അതുപോലെ കാവേരി 800 കിലോമീറ്റർ.
ഗോദാവരിയുടേത് 1465 കിലോമീറ്റർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിൽ ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദികൾ എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഉപദ്വീപീയ നദികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഗോദാവരിയാണ്. അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളിൽ എങ്ങോട്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളായ നർമ്മദയും താപ്തിയും എടുത്താൽ അതിൽ ഏറ്റവും നീളം കൂടിയത് ഈ പറയുന്ന നർമ്മദയ്ക്കാണെന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക. നമ്മൾ നദികൾ എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ അത് വീണ്ടും നമ്മൾ പറയുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ആ ഒരു ഡാറ്റ ഒരുമിച്ച് കാണുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അനാലിസ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താണ്? നർമ്മദയാണ് ഉപദ്വീപ് നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദി. രണ്ടാമത് വരുന്നത് താപ്തി നദിയാണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ നർമ്മദയുടെ നീളം മനസ്സിലായി വിചാരിക്കുന്നു, 1312 കിലോമീറ്റർ. താപ്തിയുടെ എത്രയാണ്? 724 കിലോമീറ്റർ. മഹാനദിയുടെ എത്രയാണ്? 857 കിലോമീറ്റർ. കൃഷ്ണാനദി എത്രയാണ്? 1400 കിലോമീറ്റർ. കാവേരി എത്രയാണ്? 800 കിലോമീറ്റർ. ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയത്. എത്രയാണ്? 1465 കിലോമീറ്റർ ആണെന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് നദികൾ ദുഃഖം എന്ന് പറയുന്ന ഭാഗമാണ്. ഇന്ത്യൻ നദികളുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാ? ദാമോദർ നദിയാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ഇന്ത്യൻ നദികളുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ദാമോദർ നദിയാണ്. എന്നാൽ ഇന്ത്യയുടെ ദുഃഖം എന്നറിയുന്നത് കോസിയാണ്. തെറ്റിപ്പോരുത്. ഇന്ത്യൻ നദികളുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ ആണെങ്കിൽ ഇന്ത്യയുടെ ദുഃഖം എന്നാണ് ചോദിക്കുന്നെങ്കിൽ കോസിയാണ് വരിക. അതേപോലെ തന്നെ ഈ കോസിയാണ് ബീഹാറിന്റെ ദുഃഖം എന്നും കൂടെ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പരിചയപ്പെട്ട? ഇന്ത്യൻ നദികളുടെ ദുഃഖം ദാമോദർ, ബംഗാളിന്റെ ദുഃഖം ചോദിച്ചാൽ ദാമോദർ, ഇന്ത്യയുടെ ദുഃഖം ചോദിച്ചാൽ കോസി, ബീഹാറിന്റെ ദുഃഖം ചോദിച്ചാൽ കോസി, ആസാമിന്റെ ദുഃഖം ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആസാമിന്റെ ദുഃഖം ചോദിച്ചാൽ ബ്രഹ്മപുത്ര. ഒഡീഷയുടെ ദുഃഖം ചോദിച്ചാലോ മഹാനദിയാണെന്ന കാര്യം ഓർത്തിരിക്കണം. ചൈനയുടെ ദുഃഖം ചോദിച്ചാൽ ഹൊയാങ്ഹോയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് പ്രധാനപ്പെട്ട PSCയിലൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. നദികൾ ദുഃഖം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ നദികളുടെ ദുഃഖം ചോദിച്ചാൽ ദാമോദർ നദിയാണ്. ബംഗാളിന്റെ ദുഃഖം ചോദിച്ചാൽ ദാമോദർ നദിയാണ്. ഇന്ത്യയുടെ ദുഃഖം ചോദിച്ചാൽ കോസി നദിയാണ്. ബീഹാറിന്റെ ദുഃഖം ചോദിച്ചാൽ കോസി നദിയാണ്. ആസാമിന്റെ ദുഃഖം ചോദിച്ചാൽ ബ്രഹ്മപുത്ര. ഒഡീഷയുടെ ദുഃഖം ചോദിച്ചാൽ മഹാനദി. ചൈനയുടെ ദുഃഖം ചോദിച്ചാൽ ഹൊയാങ്ഹോ നദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നദി പ്രാചീന കാലത്തൊക്കെ അറിയപ്പെട്ടിരുന്ന നാമങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കും. ചലം നദി പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് വിദാസ്ത എന്ന് പറയുന്ന പേരിലാണ്. ചലം നദി അറിയപ്പെട്ടിരുന്നത് വിദാസ്ത എന്ന പേരിലാണ്. രവി നദി പരുഷ്ണി എന്ന പേരിലും ഐരാവതി എന്ന പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. രവി നദി എന്താണ്? പരുഷ്ണി എന്ന പേരിലും ഐരാവതി എന്ന പേരിലും പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. ചിനാബ് നദി അറിയപ്പെടുന്ന പേരുകളാണ് ചന്ദ്രഭാഗ, അസ്കിനി എന്നീ പേരുകൾ. ചന്ദ്രഭാഗ, അസ്കിനി എന്നീ പേരുകൾ അറിയപ്പെട്ട നദി ചിനാബാണെന്ന കാര്യം ഓർത്തിരിക്കണം. ബിയാസ് നദി വിഭാസ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബിയാസ് നദി വിഭാസ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സത്ലജ് നദി ശതാദ്രു എന്ന പേരിലാണ് അറിയപ്പെട്ടത്. സത്ലജ് നദി ശതാദ്രു എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ബ്രഹ്മപുത്ര നദി ലൗഹിത്യ എന്ന പേരിൽ അറിയപ്പെട്ടു. ലൂണി നദി സാഗർമതി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ലൂണി നദി ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? സാഗർമതി എന്ന പേരിലും പ്രാചീന കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. ഗോമതി ഗോയാൽ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇൻഡസ് സിന്ധു എന്ന പേരിൽ, അത് പൊതുവെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നർമ്മദ രേവ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ രേവ എന്ന പേരിൽ അറിയപ്പെട്ട നദി ചോദിച്ചാൽ നർമ്മദയാണ്. കാളിന്തി എന്ന പേരിൽ അറിയപ്പെട്ട നദി ചോദിച്ചാൽ യമുനയാണ്. ചൂർണി നമ്മുടെ കേരളത്തിലെ പെരിയാറാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നൊക്കെ പറയുന്ന നദി ചോദിച്ചാൽ ഏതാണ്? ഈ പറയുന്ന പെരിയാറാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ച നദി എന്ന് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. പെരിയാറാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ എന്താണ്? നദി പ്രാചീനകാല നാമമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ചലം നദി വിദാസ്ത, രവി പരുഷ്ണി, അതുപോലെ തന്നെ ഐരാവതി, ചിനാബ് ചന്ദ്രഭാഗ അസ്കിനി, ബിയാസ് വിഭാസ, സത്ലജ് ശതാദ്രു, ബ്രഹ്മപുത്ര ലൗഹിത്യ, ലൂണി സാഗർമതി, ഗോമതി ഗോയൽ, ഇൻഡസ് സിന്ധു, നർമ്മദ രേവ, യമുന കാളിന്തി, പെരിയാറ് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കുറേ പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ലിങ്ക് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ചലം നദി പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ചലമായിട്ട് ബന്ധപ്പെട്ട് ജലമായിട്ടൊന്ന് കൺസിഡർ ചെയ്താൽ നമുക്ക് പറയാം ജലം വിതറുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജലം നദിയെ നമുക്ക് വിദാസ്ത എന്ന് കണക്ട് ചെയ്യാൻ പറ്റും. രവി എന്ന് പറയുന്ന ഒരു പുരുഷൻ്റെ പേരില്ല, അപ്പോൾ നമുക്ക് പരുഷ്ണി എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക.
അതുപോലെ ചിനാബ്, ചന്ദ്രഭാഗ, അസ്കിനി. ഇപ്പം നമ്മൾ ഈ തുമ്മൂര്, അപ്പം നമ്മൾ അച്ചി എന്നല്ല പറയുക. അപ്പോൾ എന്താണ് അസ്കിനി, ചിനാബ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുക. ഈ ബിയാസ്, ഈ സായും കൂടെ കണക്ട് ചെയ്ത് നമുക്ക് പോയെങ്കിൽ ആ ഒരു ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. വിപാസ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സത്യം പറയാത്തവൻ ശത്രുവാന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് സത്ലജും കിട്ടും, ശതാത്രുവും കിട്ടും. സത്യം പറയാത്തവൻ ശത്രുവാണ് നമ്മുടെ മുന്നിൽ. അപ്പോൾ എന്താണ് സത്ലജും കിട്ടും, ശതാത്രുവും കിട്ടും. ഇനി ബ്രഹ്മപുത്ര, ലൗഹിത്യ എന്നതാണ് അവിടെ നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്നാണ് അർത്ഥം. അപ്പോൾ ബ്രഹ്മാവ് പുത്രൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടം എന്താ? ലവ് എന്നല്ലേ നമ്മൾ പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ നമുക്ക് ലൗഹിത്യം അവിടെ കിട്ടും. ഇനി ലൂണി എന്താണ്? സാഹർമതിയാണെന്ന് ആരും ഓർത്തിരിക്കുക. ഗോമതി, ഗോയിൽ, നമുക്ക് ഈ പറയുന്ന ഗോ വെച്ചിട്ട് വേണമെങ്കിൽ പോകാം. ഇൻഡസ്, സിന്ധു എല്ലാവർക്കും അറിയാവുന്നതാണ്. നർമ്മരേഖ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പം നർമ്മദേനെ നമുക്ക് എന്തെന്ന് പറയാം? രേവ എന്നും പറയാം. യമുന, കാളിന്തി, അതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പെരിയാർ, ചൂർണി. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് കുറേ പ്രാവശ്യം ഇതിങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് എന്തെങ്കിലും ഒരു കണക്ട് ലിങ്ക് കടന്നു വന്നിട്ടുണ്ടാകും. ഞാൻ ആ കണക്ട് ലിങ്ക് പറഞ്ഞു തരുന്നേക്കാൾ നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം കണ്ടുപിടിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരിക്കലും മറക്കാതെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ കുറേ പ്രാവശ്യം ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് എഴുതിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൈഡിൽ പോയാൽ മതി. ആ ഗൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. എല്ലാ ഗൈഡിലും കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ നദികൾ എന്ന് പറയുന്ന ഭാഗത്ത് പോവുക. പ്രാചീന കാലനാമം എന്ന് പ്രത്യേകം ഒരു എന്താണ് ഈ പറയുന്ന ഒരു പെട്ടിക്കുള്ളിലായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടാകും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം എടുത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ് ഇന്ത്യൻ നദികൾ എന്ന് പറയുന്ന വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ക്ലാസ്സാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതൊക്കെ വരുന്ന ക്ലാസ്സുകളിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇപ്പോൾ ലൈക്ക് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ ഷെയർ എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെ നമ്മുടെ വീഡിയോയുടെ തൊട്ടുതാഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നതായിരിക്കും. അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് എനേബിൾ ചെയ്താൽ അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ലഭ്യമാകുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്താൽ അതിനുള്ളിലെ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കും. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോഴെല്ലാമാണോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുമായിരിക്കും. അപ്പോൾ ഇത്തരം നൽകിയ എല്ലാവിധ സപ്പോർട്ടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നല്ലവണ്ണം പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ നല്ലവണ്ണം വിനിയോഗിക്കുക. നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, താങ്ക് യു.